ഗ്യാസും ലാഭം പണിയും എളുപ്പം കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ദം ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഒരേ ഒരു കുക്കർ മതി നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ. ഇതേപോലെ തന്നെ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പൊരിച്ച കോഴി ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ 2-3 ദിവസം മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനു. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടേനു പൊരിക്കാത്ത കോഴി ബിരിയാണീൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പെരുന്നാളിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ബിരിയാണി കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടാണ് ഈ ഒരു ചോറ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 കപ്പ് ജീരകശാല റൈസ് ഇട്ട് കൊടുക്കാം. ബിരിയാണിയും നെയ്ച്ചോറൊക്കെ വെക്കാനായിട്ട് ഞാൻ ഏത് ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് കഴിഞ്ഞ ബിരിയാണീൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു അരി കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അത് ഒന്ന് പോയി കണ്ട് നോക്കിയാൽ മതി. ഇനി ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. 10 മിനിറ്റ് മാത്രം വെക്കുക, കൂടുതൽ വെക്കരുത്, അന്നേരം വേവിൽ വ്യത്യാസം വരും. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 4 സവാളയാണ് എടുത്തത്. 4 സവാള എന്ന് പറയുമ്പോൾ 2 ചെറിയ സവാളയും 2 വലിയ സവാളയാണ്. നിങ്ങളിപ്പോൾ ചെറുത് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 6 എടുക്കുക, വലുതാണെങ്കിൽ ഒരു 3 എടുത്താൽ മതി. പിന്നെ 2 മീഡിയം സൈസിലുള്ള തക്കാളി, പിന്നെ ഇതുപോലത്തെ 3 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 12 അല്ലി വെളുത്തുള്ളി, 12 പച്ചമുളകുമാണ് എടുത്തത്. ഇതെല്ലാം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. തക്കാളിയും ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഉള്ളി ചോറിനും കൂടി ഉള്ള ഉള്ളിയാണ്. ഇനി നമുക്ക് ചോറ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീയും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ പിന്നീട് ചിക്കനൊന്നും ഫ്രൈ ചെയ്യാതെയല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് ഇതുപോലെ ചെറിയൊരു കളർ മാറി തുടങ്ങുമ്പോൾ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും പൊരിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളി മാത്രമാണ് ഇടുന്നതെങ്കിൽ ഉള്ളി മാത്രം ഇട്ടാൽ മതി, അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒഴിവാക്കാം. ഉള്ളി കോരിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് മൂത്ത് കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ മുന്തിരി പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പം പ്രത്യേകിച്ച് വേറെ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു എണ്ണയിലേക്ക് തന്നെ 2 ഏലക്കായി, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഏലക്കായിൻ്റെയും പട്ടൻ്റെയും ഗ്രാമ്പൂൻ്റെയും ഒക്കെ ഫ്ലേവർ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഒരു അളവിന് നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് വറുത്തിട്ടുണ്ടാക്കുന്ന ചോറാണ്. ഇത് വറുത്തിട്ടല്ല, വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് അരി ഇട്ടിട്ടാണ് ഈ ഒരു ചോറ് റെഡിയാക്കുന്നത്. വറുത്തിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് തിളക്കാനായിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റോളം അടച്ച് വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ച് വരും. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും ഹാഫ് ലെമൺ ജ്യൂസും പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുതിർത്തി വെച്ച അരി 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചിട്ട് തീ ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അപ്പോഴത്തേക്ക് നല്ല പൂ പോലത്തെ ചോറ് റെഡിയായി കിട്ടും. 2 വിസിൽ വന്നതിന് ശേഷം കുക്കറൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് പ്രഷർ പോയതിന് ശേഷമാണ് തുറക്കേണ്ടത്. അപ്പോൾ പ്രഷർ പോകുന്നത് വരെ തുറക്കരുത്. അപ്പം അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു കുക്കറിലാണ് കേട്ടോ മസാല റെഡിയാക്കുന്നത്. ഒന്നുകിൽ ഇതുപോലെ 2 കുക്കർ ഉണ്ടെങ്കിൽ ഒരു കുക്കറിൽ ചോറ് വെക്കുക, ഒരു കുക്കറിൽ മസാല റെഡിയാക്കാം. 2 കുക്കർ ഇല്ലെങ്കിൽ ഒരേ ഒരു കുക്കർ മാത്രം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കുക്കറിലാണ് എല്ലാം റെഡിയാക്കുന്നത് കാണിച്ചത്. ഇതിൽ 2ൽ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു കുക്കറേ ഉള്ളൂ എങ്കിൽ 2 വിസിൽ വന്നതിന് ശേഷം അടുപ്പ് ഓഫാക്കുക. എന്നിട്ട് പ്രഷർ പോയതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് ചോറ് എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് സെയിം കുക്കറിൽ തന്നെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഉള്ളി, തക്കാളി എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക, അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. 3 വിസിൽ വന്നതിന് ശേഷം അടുപ്പ് ഓഫ് ആക്കിയിട്ട് അതിൻ്റെ പ്രഷർ ഒന്ന് പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്ന്
നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഒരുപാട് സമയം വഴറ്റി ഗ്യാസൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ഉണ്ടല്ലോ, ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേനു. അതിൽ നിന്ന് 1/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ഭാഗം ബാക്കി വെച്ചിന്. അപ്പോൾ 1/4 ഭാഗത്തോളം നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. ചേർത്ത് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ മാത്രമേ പിന്നീട് ചേർക്കാൻ പാടുള്ളൂ. ഒരുപാട് അങ്ങ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പം ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി നല്ലതുപോലെ തിളക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയും 1 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ലാത്ത രീതിയിൽ പീസാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ 1 കിലോ ചിക്കൻ നമ്മൾ എടുക്കുമ്പോൾ 1/4 കിലോ മുതൽ 1 കിലോ വരെ അരി നമുക്ക് വെക്കാം. അപ്പോൾ അതാണ് കറക്റ്റ് അളവ്. 1 കിലോ ചിക്കന് 1 കിലോ അല്ലെങ്കിൽ 1/4 കിലോ അരി വരെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലയിൽ കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ചിക്കനിലേക്കും കൂടെ ഉള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ചിക്കൻ്റെ വേവ് നോക്കിയിട്ട് വേണം വേവിക്കാൻ. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഒരു 1/4 വേവായാൽ മാത്രം മതി. 2 വിസിലിൽ 1/4 വേവ് ആയാൽ മാത്രം മതി. ഓരോ ചിക്കന് 1 വിസിലിൽ തന്നെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം അടുപ്പ് ഓഫ് ആക്കിയിട്ട് കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ഇതിൽ കുറച്ച് ഗ്രേവി വെള്ളം കൂടുതലാണ്. അപ്പോൾ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോളം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പം ഗ്രേവി അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആവുമ്പോൾ ഇതിലേക്ക് ഹാഫ് ലെമൺ പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ബിരിയാണി വെക്കുമ്പോൾ ഞാൻ തൈര് ചേർത്ത് കൊടുക്കലുണ്ട്. പൊരിച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ തൈര് ചേർക്കൂല. അപ്പോൾ ഒരുപാടൊന്നും തൈര് ചേർത്തിട്ടില്ല. 1 ടേബിൾ സ്പൂണോളം തൈരും ഹാഫ് ലെമണുമാണ് പിഴിഞ്ഞ് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മസാല ഇതാ ഇവിടെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കുക്കർ ചെറുതാണ്. അതുകൊണ്ട് ഞാൻ ചോറ് വെച്ച ആ ഒരു കുക്കറിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അപ്പോൾ അത് തുറന്നിട്ട് അതിലെ ചോറൊന്ന് എടുത്തു മാറ്റുക. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു കുക്കറാണ് ഉള്ളതെങ്കിൽ ചോറ് ഇതുപോലെ മുഴുവനായിട്ട് കോരി മാറ്റിയിട്ട് മസാല റെഡിയാക്കിയതിന് ശേഷം ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള നല്ല നെയ്ച്ചോറ് ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ അടിപൊളിയായിട്ട് നല്ല ചോറ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ചോറ് മുഴുവനും ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. മാറ്റിയതിന് ശേഷം ആ ഒരു മസാല മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും കട്ട് ചെയ്തത്, കുറച്ച് സവാള ഫ്രൈ ആക്കിയത്, അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചോറുണ്ടല്ലോ എടുത്ത് മാറ്റിയ ചോറ് മുഴുവനും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ ചോറ് മുഴുവനും ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല വിതറി കൊടുക്കുക. പിന്നെ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയെല്ലാം വറുത്തത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലി പുതിനയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെക്കുക. വിസിൽ വന്നു പോകരുത്. 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഒരു 15 to 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാത്രം ഓപ്പൺ ചെയ്യുക. അപ്പോഴത്തേക്ക് നല്ലതുപോലെ ദമ്മായി കിട്ടും. ഒരുപാട് ടൈമൊന്നും ദമ്മാവാനായിട്ട് നമ്മൾ പാത്രത്തിലാണെങ്കിൽ ഒരു 20 മിനിറ്റെല്ലാം ദം ചെയ്യാനായിട്ട് വെക്കണ്ടേ. കുക്കറിലാകുമ്പോൾ ഇതുപോലെ ആ ഒരു ചൂട് അങ്ങനെ തന്നെ അവിടെ നിൽക്കും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം അടുപ്പ് ഓഫാക്കിയിട്ട് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം തുറന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മുകൾ ഭാഗം ചോറൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതാ മസാലയും എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് രുചിയോടെ കഴിക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുക. ഫ്രൈ ചെയ്ത ബിരിയാണിയാണ് വേണ്ടതെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് റെഡിയാക്കിയാൽ മതി. ഫ്രൈ ചെയ്യാത്ത ബിരിയാണി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നാളിന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്. എന്നിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.